നമസ്കാരം. വളരെ ദാരുണമായിട്ടുള്ളൊരു കാര്യം നമ്മുടെ കേരളത്തിൽ തന്നെ സംഭവിച്ചു. നിങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അത് 2 ദിവസമായിട്ട് ഓപ്പൺ മീഡിയയിൽ അതിനെക്കുറിച്ച് എല്ലായിടത്തും വരുന്നുണ്ട്. അതിന് ചിത്രങ്ങളും വീഡിയോസൊക്കെയും വരുന്നുണ്ട്. ഒരു നായ്ക്കുട്ടി, ഒരു വളർച്ചെത്തിയ നായ്ക്കുട്ടി, നല്ല മനോഹരമായിട്ടുള്ള നായ്ക്കുട്ടി. അതിനെ വീട്ടിൽ വളർത്താൻ വീട്ടിൽ സ്ഥലമില്ല, വീട്ടിൽ അസൗകര്യമാണെന്ന് പറഞ്ഞിട്ട് ആ വീടിൻ്റെ ഉടമസ്ഥൻ അവനെയാണ് പട്ടി എന്ന് വിളിക്കേണ്ടത്. പട്ടി എന്നല്ല, പട്ടി മോനെ എന്ന് വിളിക്കേണ്ടത്. അങ്ങനെ തന്നെ വിളിക്കേണ്ടത്. അതിന് കുറഞ്ഞൊന്നും അവനെ വിളിക്കാനും വാക്കുകളില്ല. പട്ടി ഞാൻ മോൻ, അതാണ് അവൻ. അവൻ ഈ പട്ടിയുടെ കഴുത്തിൽ ചരട് കെട്ടിയിട്ട് അത് കാറിൻ്റെ ഡിക്കിയിൽ കൂട്ടി കെട്ടിയിട്ട് കാർ ഓടിച്ചു കൊണ്ടുപോയി അവൻ. ഇന്നിത് നമ്മളതിൻ്റെ ചലിക്കുന്ന ചിത്രം നമ്മൾ കാണുകയാണ്, വീഡിയോ കാണുകയാണ്. അല്ലെങ്കിൽ ആരെങ്കിലും വിശ്വസിക്കൂ? ഇപ്പം ഞാനിത് നിങ്ങളോട് പണ്ടൊരു 50 വർഷം മുമ്പാണ് എൻ്റെ നാട്ടിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായെന്ന് പറഞ്ഞാൽ, സ്വാമി തള്ളു നിർത്ത് സ്വാമി, ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ? ഏയ്, സ്വാമിക്ക് ആരുടെ പോലെ വൈരാഗ്യം ഉണ്ടോ എന്ന് പറയും. ഇതിപ്പോൾ നമ്മളെല്ലാവരും കാണുകയാണ്. രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ദ്രോഹിയെയാണ് ഇത് ചെയ്തെന്ന് വെച്ചാൽ കുഴപ്പമില്ല. എനിക്കിഷ്ടമില്ലാത്തൊരു ദ്രോഹി, നാടിനൊരു ദ്രോഹി, അവനെയൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഒന്ന് കെട്ടി വലിച്ച് അവൻ്റെ കയ്യും കാലും, ചിലപ്പോൾ അങ്ങനെ തോന്നിയെന്ന് വരാം. ഈ നായ്ക്കുട്ടി എന്ത് തെറ്റാണ് ചെയ്തത്? ഇനി അതിനെ വേണ്ട, അതിന് കാറിനകത്ത് ഡിക്കിക്കകത്ത് ഇട്ടിട്ട് വല്ലയിടത്തും കൊണ്ട് കളഞ്ഞൂടെ? ഒരു 10 കിലോമീറ്റർ അകലെ കൊണ്ട് കളഞ്ഞൂടെ? അതല്ലെങ്കിൽ അതിന് വല്ല വിഷം കൊടുത്ത് കൊന്നിട്ട് ആ ശവം എവിടെയും കൊണ്ട് മറവ് ചെയ്തൂടെ? അതിൻ്റെ കഴുത്തിൽ കെട്ടിയിട്ട് കാറിൻ്റെ പുറകിലിട്ട് കാറ് കുറച്ച് നീങ്ങും, കുറച്ച് പതുക്കെ നീങ്ങിയിരുന്നു, അതിൻ്റെ ഒപ്പം ഓടി. കുറച്ച് കഴിയുമ്പോൾ അവന് ഓടാൻ പറ്റാണ്ടായി, അത് തടഞ്ഞ് വീണു. ആ തടഞ്ഞ് വീണിട്ടും അതിനെ വലിച്ചു കൊണ്ടുപോയിട്ട് അതിൻ്റെ ശരീരത്തിൽ പല ഭാഗത്തും തൊലി പോയിട്ട്, മാംസം പോയിട്ട്, എല്ല് കാണുന്നു. കണ്ടതാണ് ഞാൻ, നിങ്ങളും കണ്ടതാണ്. എല്ല് പുറത്ത് കാണുന്നു. ആ എല്ലിട്ട് വലിച്ചാണ് കൊണ്ടുപോയത്. ഏതോ 2 ചെറുപ്പക്കാരാണ് കാറിൻ്റെ മുമ്പിൽ വണ്ടി ക്രോസ് ചെയ്ത് എന്താണോ ഈ കാണിക്കുന്നത്. അവൻ പറഞ്ഞെന്താ അറിയാമോ? നിനക്കെന്താ വേണ്ടതെന്ന്. എൻ്റെ പട്ടി ചത്താൽ നിനക്കെന്താ വേണ്ടതെന്ന്. ഈ ലോകത്തിൽ അങ്ങനെയാണെന്ന് ഇയാളുടെ ഭാര്യ കൊല്ലില്ല. എൻ്റെ ഭാര്യ കൊന്നാൽ നിനക്കെന്താ വേണ്ടതെന്ന് ഒരു മറ്റേ നിയമത്തോട് ചോദിക്കില്ല. എൻ്റെ അച്ഛനെ കൊന്നാൽ നിനക്കെന്താ വേണ്ട നിയമത്തോട് ചോദിക്കില്ല. എൻ്റെ മക്കളെ കൊന്നാൽ നിനക്കെന്താ വേണ്ട നിയമത്തോട് ചോദിക്കും. ഇവിടെ നിയമമില്ലേ? എന്നാലും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോലീസുകാരെ കിട്ടിയുണ്ടാവും, എൻ്റെ മൂക്കത്ത് 2 കുത്തി കിട്ടിയിട്ടുണ്ടാവും, യാതൊരു സംശയവുമില്ല. കേസ് എടുത്തിട്ടുണ്ട്. ഏതായാലും അവൻ ഏതാണ് നാട് എന്ന് പറഞ്ഞാൽ ആ നാട്ടിലുള്ള പിള്ളേർ കൂടി അവൻ്റെ മോന്തായത്തിൻ്റെ ഷേപ്പ് മാറ്റാൻ അവനെ കെട്ടി വലിക്കണം പറ്റുമെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. അത്രയും ക്രൂരതയാണ് കാണിച്ചത്. ഞാനത് പറയുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നൊരു കഥ ഞാൻ നിങ്ങളോട് പറയാം. ഈ നായ്ക്കുട്ടിയുടെ സംഭവം നിങ്ങളെല്ലാവരും കണ്ടതാണ്, മറ്റു പലരും പറഞ്ഞതാണ്, അവരുടേതായിട്ടുള്ള വിഷണയിൽ ചേർത്തിട്ടുണ്ട്. ഇവിടെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ നാട്ടിലുള്ളൊരു മിലിറ്ററി ഓഫീസർ, അദ്ദേഹം ഇവിടെ മദ്രാസിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അവിടെ മിലിറ്ററി ഓഫീസറാണോ ബിസിനസ്സുകാരനോ എനിക്കറിയില്ല, അത് അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ അവസാനം അദ്ദേഹം അവിടുത്തെ പെൻഷനൊക്കെ ആയി, അവിടെ ജീവിക്കാൻ ആർക്കും ഇഷ്ടമല്ല, നാട്ടിലേക്ക് മടങ്ങി വരാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു ലോറിയിൽ കുറേ സാധനങ്ങൾ അവരുടെ വാഹനങ്ങളിൽ കൊണ്ടുവന്നു, കൂടെ കൊണ്ടുപോന്നു. ഇതെല്ലാം കഴിഞ്ഞ് വലിയൊരു ലോറിയിലാണ് അവരുടെ ഫ്ലാറ്റിലുള്ള സാധനങ്ങളും അതിനകത്ത് കയറ്റിയിട്ട് അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്നു. ഇവർ നേരത്തെ ഇവിടെ വന്നു, അതിൻ്റെ പുറകിൽ ലോറിയും അവിടെ എത്തി. അങ്ങനെ ഇവരുടെ താമസം ആരംഭിച്ചു. എല്ലാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അന്ന് താമസം ആരംഭിച്ച് അത്യാവശ്യം സാധനങ്ങളൊക്കെ അവിടെ ഇറക്കി വെച്ചിട്ടേ ഉള്ളൂ. പിന്നെ മറ്റെന്തായാലും ഇറക്കി വെച്ചെങ്കിലും ഇനി അടക്കിയതൊക്കെയും വെക്കണമല്ലോ, അതിന് വലിയ പ്രാരബ്ധമാണല്ലോ. അന്ന് വൈകുന്നേരം ആയപ്പോൾ ഉണ്ട് അവിടെ ഒരു സംഭവം. അത് മറ്റൊന്നുമല്ല, ഇവർ ചിന്തിക്കാത്തൊരു കാര്യം. ഇവർ മദ്രാസിലായിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു നായക്കുട്ടി ഉണ്ടായിരുന്നു. അത്യാവശ്യം വളർച്ചയുള്ള നായക്കുട്ടി. അവർക്കൊക്കെ വലിയ ഇഷ്ടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവരിടുന്ന് സ്ഥലം മാറി വരുമ്പോൾ ഈ നായക്കുട്ടി അപ്പുറത്തെ വീട്ടിലോ അതിൻ്റെ അപ്പുറത്തെ വീട്ടിലൊക്കെ പോകാറുള്ളതാണ്. ഈ സ്ഥലം മാറി വരുമ്പോൾ ഇവനെയും ഈ നായക്കുട്ടിയും ഈ കേരളത്തിലേക്ക് കൊണ്ടുവരേണ്ട കാര്യം അവരത്ര ഓർത്തൊന്നുമില്ല. അവരായിട്ട് അവരിവിടുന്ന് പുറപ്പെട്ടു. നായക്കുട്ടി അപ്പുറത്തെ വീട്ടിലോ ഇപ്പുറത്തെ വീട്ടിലോ അവൻ പലയിടത്തും പോകാറുണ്ട്. പക്ഷെ ഇവരുടെ വീട്ടിലാണ് കിടപ്പ്. ഇവരുടെ നായക്കുട്ടി എന്നാണ് വെപ്പ്, ഇവരുടെ നായ എന്നാണ് വെപ്പ്. ഇവരാണ് തുടലൊക്കെ ഇട്ടിട്ടുണ്ട്, മറ്റെന്തായാലും പറയാം, മറ്റേ കഴുത്തിൽ ബെൽറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല നായക്കുട്ടിയാണത്. അങ്ങനെ എന്തിനു പറയണു, ഇവരിങ്ങോട്ട് പോന്ന് പിറ്റേ ദിവസം അതിൻ്റെ മൂവേഴ്സ് പറയും, അതായത് പാഴ്സലൊക്കെ ചെയ്ത് അവരെ ഏൽപ്പിച്ചാൽ മതി കാര്യങ്ങൾ.
അവരെല്ലാവരും കൂടി അവരുടെ ബന്ധുക്കളെയും കൂടി അവിടുത്തെ സാധനങ്ങളൊക്കെയും കൂടിയിട്ട് ലോറിയിൽ കെട്ടിവെച്ച് ലോറി ഇങ്ങോട്ട് കൊണ്ടുവന്ന് ലോറിയിൽ നിന്ന് ഈ സാധനം അൺലോഡ് ചെയ്തു. അപ്പോഴൊന്നും ഈ സംഭവം അറിയില്ല. അന്ന് രാത്രി 10 മണി, രാത്രി 9 മണി 10 മണി ആയപ്പോൾ ഉണ്ട് വാതിൽമ മുട്ടു, കരകര ശബ്ദം. തുറന്നു നോക്കിയപ്പോൾ ഈ പട്ടി അവിടെ ഉണ്ട്. ഈ പട്ടി അവരുടെ വീടിന് മുമ്പിൽ എത്തിയിരിക്കുകയാണ്. എങ്ങനെ അത് ഇവിടെ എത്തി? നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം ആ ലോറിമ കയറി പറ്റിയിട്ടുണ്ട്. പക്ഷെ ഈ ലോറിമ കയറി പറ്റുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എന്ത് ബുദ്ധി വെച്ചിട്ടാണ് ഈ ലോറിമ കയറി പറ്റിയത്? തന്നെ സംരക്ഷിച്ചിരുന്ന, തനിക്ക് ആഹാരം തന്നിരുന്ന, തനിക്ക് കിടക്കാൻ ഇടം തന്നിരുന്ന, താൻ തൻ്റേതെന്ന് വിചാരിച്ചിരുന്ന ആ ഒരു കൂട്ടം ആൾക്കാർ അവർ പലയിടത്തേക്കും പോകാറുണ്ട്, ടൂറ് പോകാറുണ്ട്, യാത്ര പോകാറുണ്ട്, ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരാറുണ്ട്. പക്ഷെ ഇത്തവണ അവർ പോയത് തിരിച്ചു വരാൻ വേണ്ടിയിട്ടല്ലെന്ന് ഈ നായക്കുട്ടിയോട് ആരാ പറഞ്ഞത്? എന്തായാലും അവനത് മനസ്സിലാക്കി. അതിനുശേഷം അവിടെയുള്ള ആ വീടിനകത്തുള്ള സകല സാധനങ്ങളും ഒന്നൊന്നായിട്ട് അത് ലോറിയിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കുന്നവൻ കണ്ടു. അവൻ ചിന്തിച്ചു, ഇവർ പോവുകയാണ്, പിന്നെ അവർ തിരിച്ചു വരില്ല. നോക്കണം, നമ്മളൊക്കെ മനുഷ്യന്മാരുടെ ദേഷ്യം എന്ന് പറയും, എപ്പോഴാ പട്ടി എന്ന് പറയും. അപ്പോൾ നമ്മൾ പറയാറുണ്ട്, അവനെ പട്ടി എന്ന് വെച്ചാൽ പട്ടി നമ്മൾ ചീത്ത പറയുന്നു, പട്ടി നമ്മളെ കയറി കടിക്കുന്നു. അത് സത്യമാണ് വാസ്തവത്തിൽ. അവർ ഇംഗ്ലീഷോ അല്ലെങ്കിൽ മറ്റേ മലയാളമോ അതിൻ്റെ സ്പെഷ്യൽ ഭാഷകളൊന്നും അവർ സംസാരിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അവർക്കുണ്ട് കുടുംബജീവിതം, അവർക്കുണ്ടൊരു ജീവിതം, അവർക്കുണ്ട് ജീവിക്കാനൊരു സിസ്റ്റം അവർക്കുണ്ട്. അതൊക്കെ ഈശ്വരൻ അവർക്ക് കൽപ്പിച്ചു കൊടുത്തിട്ട്, ഏത് ഉറുമ്പിനുമുണ്ട് അതിൻ്റെ ആയിട്ടുള്ള സിസ്റ്റവും കാര്യങ്ങളൊക്കെ കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഏതായാലും അവൻ്റെ ഒരു കാര്യം മനസ്സിലാക്കി, ഞാനിവിടെ ഒറ്റയ്ക്കാവാൻ പോവുകയാണ്, എനിക്കിഷ്ടപ്പെട്ട, എന്നെ ഇഷ്ടപ്പെട്ട ഈ ഫാമിലി ഇവിടുന്ന് പോകാൻ പോവുകയാണ്. അവൻ്റെ ബുദ്ധി വെച്ച് അവൻ അനലൈസ് ചെയ്ത് മനസ്സിലാക്കി. ലോറി പുറപ്പെടുന്നവരെ അവൻ അവിടെ ചുറ്റിപ്പറ്റി നിന്നിട്ടുണ്ടാകണം, ആർക്കും അറിയില്ല, നമുക്ക് സങ്കല്പിക്കാം. ഇതെല്ലാം കഴിഞ്ഞ് ലോറി പുറപ്പെട്ട സമയത്ത് അവൻ എന്ത് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ നിർത്തി ചാടിയതാണെന്ന് അറിയില്ല. എങ്ങനെയാണെങ്കിലും ലോറിയുടെ മേലെ അവൻ എത്തിപ്പെട്ടിട്ടുണ്ട്. ഈ ലോറി ഈ പറയുന്ന മദ്രാസിൽ നിന്ന് തൃശ്ശൂർ എത്തണമെങ്കിൽ 10, 12, 14 മണിക്കൂർ പിടിക്കും. കാരണം അവർ രാത്രി അവിടെ വിശ്രമിക്കും, പല സ്ഥലങ്ങളിലും ചെക്കിങ്ങിന് നിർത്തും, അവർക്ക് ചായ കുടിക്കണം, ആഹാരം കഴിക്കണം. ഈ സമയത്തൊക്കെ അവൻ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ആ കെട്ടിവെച്ച ടർപ്പോളിൻ്റെ മേലെ എവിടെ ചുരുണ്ടുകൂടിയിട്ടുണ്ടെന്നുള്ള സത്യമാണ്. ആഹാരമൊന്നും കഴിച്ചിട്ടില്ല, വെള്ളവും കഴിച്ചിട്ടില്ല, മാത്രമല്ല അവൻ ശബ്ദിച്ചിട്ടില്ല. ശബ്ദിച്ച എന്താ പ്രശ്നം? ഞാനിവിടെ ഉണ്ട് എന്ന് ആ ലോറിക്കാരെല്ലാവരും അറിയാം, അവിടെ ഇറക്കി വിടും, എവിടെയെങ്കിലും ഇറക്കി വിടും. അവിടുത്തെ മറ്റുള്ള പട്ടികളെ അതിനെ കടിച്ചു കൊല്ലും. ആ ബുദ്ധിയും അവനുണ്ട്. ഇപ്പം ഞാൻ മിണ്ടാൻ പാടില്ല. കാരണം എന്താ? ഞാൻ എന്നെ തന്നെ കള്ളത്തരത്തിലൂടെ കടത്താൻ പോവുകയാണ്. ഞാൻ സൂത്രത്തിൽ എല്ലാവരെയും പറ്റിച്ചുകൊണ്ടാണ് ഈ യാത്ര ഞാൻ നടത്താൻ പോകുന്നത് എന്നുള്ള ബുദ്ധി പോലും അവനുണ്ടായി എന്നുള്ളതാണ്. നമ്മുടെ ഒരു 4-5 വയസ്സുള്ള ഒരു കുട്ടിക്ക് ആ ബുദ്ധി ഉണ്ടാവൂ? ഇത്തരം ബുദ്ധികൾ ഉണ്ടാവൂ? അവനോട് ഉപേക്ഷിച്ചിട്ട് പോകുന്നത് ഈ അടുത്ത ലോറിയുടെ മേലെ കയറിയാവും വരൂ. ഇത് 1-1.5 വയസ്സുള്ള ഒരു പട്ടിക്കുട്ടിയുടെ ബുദ്ധിയാണ് പറയുന്നത്. അതിനുശേഷം അതിൻ്റെ മേലെ കയറിയിട്ട് 10-14 മണിക്കൂർ യാത്ര ചെയ്ത് അവൻ ഈ സ്പോട്ടിലെത്തി. ഇവിടെ സ്പോട്ടിലെത്തിയ സമയത്ത് ആ ലോറി എത്തി. ലോറി അതെല്ലാം മറ്റേ സാധനങ്ങളിലേക്ക് ഇറക്കുന്ന സമയത്ത് ആ സമയത്ത് എവിടേക്ക് ചാടിപ്പോയെന്ന് ആർക്കും അറിയില്ല, എങ്ങനെ ചാടിപ്പോയെന്ന് അറിയില്ല. അതൊക്കെ ഇറക്കി ആ ലോറി പോകുന്നത് വരെ അവനെ കുറിച്ച് ആരും പിടിപാടുമില്ല. ലോറി എല്ലാം പോയി വാതിലടച്ചപ്പോഴാണ് വാതിൽമ മുട്ട്. ആ ലോറി അവിടെ ഉള്ള സമയത്ത് അവനെ കണ്ടിരുന്നെങ്കിൽ ആ ലോറിക്കാരോട് പറയുമായിരുന്നു. ചിലപ്പോൾ അവനങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും, എന്തിനാ അവനെയാണ് കൊണ്ടുവന്നത്, അവനെ തിരിച്ചവിടേക്ക് കൊണ്ടുപോയിക്കൊന്നിട്ട് പറയുമായിരുന്നു എന്നറിയില്ല. എന്തായാലും ആ നായക്കുട്ടി അങ്ങനെയും സങ്കല്പിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ ആ ലോറിയോടെ വന്ന് നിൽക്കുന്ന സമയത്ത് അവൻ്റെ യജമാനന്മാരെ കാണുമ്പോൾ ചാടി എന്ന് പറഞ്ഞിട്ട് അവരുടെ കാല് വന്ന് നക്കുമായിരുന്നില്ലേ? ചെയ്തില്ല. ഇത്രയും വലിയ ലോറിയുടെ മുകളിൽ നിന്ന് എങ്ങനെ അവൻ ചാടി താഴ്ത്തി ഇറങ്ങി എന്നറിയില്ല. ഏതായാലും അവനവിടെ എത്തി. രാത്രി 9-10 മണി ആയ സമയത്ത് ഒരു പിള്ളച്ചേട്ടനാണ് അദ്ദേഹം, അദ്ദേഹത്തിൻ്റെ പേര്. രാത്രി 9 മണി 10 മണി ആയ സമയത്ത് വാതിൽമേ കരകരകരന്നെ മാന്തല്. ഈ മാന്തൽ അവൻ്റെ മദ്രാസിൽ വെച്ച് നടത്തിയിരുന്നതാണ് അത്രേ. എന്തെങ്കിലും കാര്യം വരുമ്പോൾ പുറത്ത് മഴ പോയുമ്പോൾ വാതിൽമ മാന്തുന്നാണ് പറയുന്നത്. അവിടെ പട്ടിക്കൂടൊന്നും ഉണ്ടായിരുന്നില്ല, അവിടെ ആടിന് മുഴുവൻ അഴിച്ചു വിട്ടിരിക്കുന്നത് ഒരു പാവം പട്ടിയായിരുന്നു. ആ മാന്തൽ കേട്ടപ്പോൾ തന്നെ ഈ പിള്ളച്ചേട്ടൻ പറഞ്ഞു, നമ്മുടെ പട്ടിയുടെ വന്നിട്ടുണ്ടെന്നാ തോന്നണേ. അത് ഒരിക്കലും വിശ്വസിച്ചിട്ട് പറഞ്ഞതല്ല, തമാശയ്ക്ക് പറഞ്ഞതാ. ഈ മാന്തൽ കേട്ട സമയത്ത് തുറന്നപ്പോൾ ആ പട്ടിയായിരുന്നു.
അന്ന് മുതൽ ആ പട്ടിയെ അവർ പൊന്നുപോലെയാണ് നോക്കിയത്. അതിന് മറ്റൊരു കാരണം കൂടി അവരായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവരൊരു കാരണം മരിച്ച ദിവസമാണ്, അതായത് ഈ പിള്ളച്ചേട്ടൻ്റെ അച്ഛൻ മരിച്ച ദിവസമാണ് ഈ പട്ടിക്കുട്ടി അവിടെ കയറി വന്നത് അത്ര. അപ്പം അതിനോട് ആ ഒരു മമത ഉണ്ടായിരുന്നു. എന്ന് വെച്ചിട്ട് വല്ലാതെ പെറ്റായിട്ടൊന്നും വളർത്തിയിരുന്നില്ല എന്ന് മാത്രം. പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടായതോടുകൂടി അവർ കാര്യം തീരുമാനിച്ചു, ഇതൊരു സാധാരണ പട്ടിയല്ല, നമ്മുടെ മരിച്ചുപോയ കാരണം അവരുടെ ആത്മാവ് തന്നെയാണെന്ന് അവരങ്ങോട്ട് അതിനെ അട്രിബ്യൂട്ട് ചെയ്യുകയാണ്. അതിനുശേഷം ആ പട്ടി അവർ വളരെ സന്തോഷമായിട്ട് അവരുടെ കൂട്ടത്തിൽ ചേർത്തു എന്ന് സാരം. ഞാൻ പറഞ്ഞു വരുന്ന ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്, പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം എവിടെയും കേട്ടുകേൾവില്ലാത്ത കാര്യം. ഈ വിദേശികളെങ്കിൽ ഞാൻ താമസിക്കുന്നിടത്ത് വിദേശികൾ വരും. വിദേശികൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്തോന്നറിയില്ല. ഇവിടെ അവർ 6 മാസം കൂടുമ്പോൾ ഇവിടെ തണുപ്പ് കാലം ആരംഭിക്കുമ്പോഴാണ് വരിക. അവിടെ യൂറോപ്പിൽ ഭയങ്കര തണുപ്പ് ആരംഭിക്കുക. അവിടെ ജീവിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് അവർ ഇന്ത്യയിലേക്ക് വരുന്നത്. ഇന്ത്യയിലെ തണുപ്പ് ആ സമയത്ത് സുഖമാണ്. അങ്ങനെ ഒരു ഒക്ടോബർ നവംബർ ആകുമ്പോഴാണ് അവിടെ വരിക. ഈ നവംബറിൽ വന്നിട്ട് അവർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി ചിലർ മാർച്ചിൽ തിരിച്ചു പോവുക. പിന്നെ നെക്സ്റ്റ് നവംബറിൽ വരുമ്പോൾ അവരിവിടെ വരുമ്പോൾ അവർ സ്നേഹത്തോടുകൂടി നോക്കി കണ്ടിരുന്ന 1-2 പട്ടികളുണ്ടായിരിക്കും അവർ താമസിക്കുന്നതിനടുത്ത്. ആ പട്ടികൾ ഇവരെ കാണുമ്പോൾ തിരിച്ചറിയുമെന്നുള്ളതാണ്. ഇവരുടെ മോട്ടോർ സൈക്കിളൊക്കെ ഇവരിവിടെ മോട്ടോർ സൈക്കിൾ വാടകയ്ക്ക് എടുക്കും. ആ മോട്ടോർ സൈക്കിൾ വരുന്ന സമയത്ത് ഈ പട്ടികൾ ആ മോട്ടോർ സൈക്കിളിൽ കയറിയിരിക്കും. ഞങ്ങളുടെ യജമാനം വന്നു എന്നുള്ള രീതിയിൽ അവർ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള നമ്മളുടെ എല്ലാ ചെയ്തികളും കാര്യങ്ങളും ഒരു നായ്ക്കുട്ടി കടപ്പാടണം എന്ന് പറയുമ്പോൾ ഒരു കല്ലെടുത്ത് എറിയാൻ നോക്കുന്ന സമയത്ത് അവർ മനസ്സുകൊണ്ട് ശപിക്കുന്നുണ്ടാവും, ഇയാൾ എവിടെയുള്ള മനുഷ്യനാണെന്ന് ചോദിച്ചിട്ട്. വൃത്തികെട്ടവൻ അവർ മനസ്സിൽ ശപിക്കുന്നുണ്ടായിരിക്കും. എന്തോ ആകട്ടെ, എല്ലാ പട്ടികുട്ടികളെയും മടിയിൽ പിടിച്ചിരുത്തി ഉമ്മ കൊടുക്കുന്ന ഒരു സ്വഭാവം കേരളീയർക്കില്ല. പക്ഷെ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. ആ പട്ടിയെ കൊണ്ട് കളഞ്ഞോട്ടെ, അതിനെ കൊന്നോട്ടെ, അതിനെ കെട്ടിവലിച്ച് ശരീരത്തിലെ രോമം കൊഴിഞ്ഞ്, തൊലി കൊഴിഞ്ഞ്, മാംസം കൊഴിഞ്ഞ്, എല്ല് കിടന്ന് ഒലയാൻ തുടങ്ങിയിരിക്കുന്നു. എന്തായാലും ആൾക്കാരൊക്കെ അവിടെ കൂടി അവിടെ ഡോക്ടർമാരും ഒന്നും എല്ലാം ചെയ്ത് കേസും കൂട്ടം കാര്യങ്ങളായി. ആ പട്ടിക്ക് എന്തോ അതിന് മരണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറയാം. അരുതാത്ത കാര്യങ്ങൾ അതൊക്കെ ആലോചിക്കുമ്പോൾ വളരെ വിഷമം തോന്നുന്നു. അത് നിങ്ങളോട് പങ്കുവയ്ക്കാതിരിക്കുന്ന ഒരു തെറ്റാണെന്ന് എനിക്ക് തോന്നിപ്പോയതുകൊണ്ട് ഞാൻ ഇത്രയും നിങ്ങളോട് പറഞ്ഞത്. നമസ്കാരം.